ശരിക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ചേഞ്ചസ് ഈവൻ സ്കിൻ ടോണൊക്കെ ആവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അൺഈവൻ സ്കിൻ ടോണാണ് നിങ്ങൾക്ക് ഒരുപോലെ എല്ലാവിടെയും നല്ല നിറം വെക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് കിട്ടും. ഇതൊരു കെമിക്കൽ അങ്ങനത്തെ ഒന്നും അടങ്ങാത്ത നാച്ചുറൽ പാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 7 ഡേയ്സൊക്കെ നിങ്ങളത് യൂസ് ചെയ്യണം കേട്ടോ ഡെയിലി. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണത്, ആർക്കൊക്കെ യൂസ് ചെയ്യുന്നത് എല്ലാം ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നീ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മാത്രമാണ് കേട്ടോ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് റാഗിയാണ്. നിങ്ങളുടെ കയ്യിൽ റാഗി പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് റോ ആയിട്ടുള്ള റാഗിയാണ് ഉള്ളതെങ്കിൽ അത് തലേ ദിവസം കുതിർക്കാനായിട്ട് വെക്കണം. അതാണ് ഏറ്റവും റിസൾട്ട് കിട്ടുക. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തലേ ദിവസം നിങ്ങൾ കുതിർക്കാനായിട്ട് വെക്കുക. 1-2 സ്പൂൺ ഇടുക, എന്നിട്ട് വെള്ളത്തിൽ കുതിർക്കാനായി വെക്കുക കേട്ടോ. അതിനുശേഷം ഈ കുതിർക്കുന്നതോടൊപ്പം തന്നെ ഈ ബദാമും കൂടി തലേ ദിവസം ആ ഒരു റാഗിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് കുതിർക്കാൻ വെക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ സോക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരുപാട് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോക്ക് ചെയ്യണം. അത് നന്നായിട്ട് എന്താ പറയുക കുതിരണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ബെനിഫിറ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുതിർക്കാനായിട്ട് വെക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം, നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓട്സും കൂടി ഇട്ടിട്ട് ഈ മൂന്നും കൂടിയിട്ട് അരച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ വെള്ളത്തിൽ ചേർത്തിട്ടത് എന്താ പറയുക അങ്ങനെ ആക്കിയെടുക്കുക, സോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഓട്സ് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇത് പൊടിയായിട്ടാണ് കിട്ടുന്നത്, നിങ്ങൾ കിട്ടുമ്പോൾ നന്നായിട്ട് അരച്ച പേസ്റ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ, ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റാഗിപ്പൊടി നമ്മുടെ സ്കിന്നിൽ ഡൾനെസ് കുറയ്ക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ബദാമൊക്കെ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കാനും മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓട്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കടലമാവ് ഇട്ട് വെച്ച് നമ്മുടെ സ്കിന്നിലുള്ള എണ്ണമയമൊക്കെ കളഞ്ഞിട്ട് സ്കിൻ നന്നായിട്ട് ഫ്രഷ് ലുക്ക് തരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. നിങ്ങൾക്ക് തൈര് അല്ലെങ്കിൽ പാൽ ഇതിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. നിങ്ങളുടെ ഫേസിന് ഏതാണ് സ്യൂട്ട് ആവുന്നത് അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫേസിൽ നിങ്ങൾ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഡ്രൈ ആവണ വരെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ ബദാം ഓയിലി ആക്കും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സ്യൂട്ടബിൾ ആവുമെന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പാക്ക് നിങ്ങൾ 7 to അല്ലെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ ഒരു 14 ദിവസം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾ വേറെ പാക്കുകളൊന്നും ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ എന്താ പറയുക സ്കിൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് അൺഈവൻ സ്കിന്നാണെങ്കിൽ അത് ഈവൻ സ്കിന്നിലോട്ട് മാറാനൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റിൽ പറയാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.